എല്ലാവർക്കും നമസ്കാരം. ഏതൻ ജാതി പ്ലാന്റേഷൻ നഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കവുങ്ങ് കൃഷിയെ പറ്റിയിട്ടാണ്. ജാതിക്ക് ഏറ്റവും നല്ല ഒരു ഇടവിളയാണ് കവുങ്ങ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് ജാതി വെക്കുന്ന എല്ലാവരോടും കവുങ്ങ് തൈകൾ വെക്കാനായിട്ട് പറയാറുണ്ട്. എന്നാൽ കവുങ്ങ് തൈ ജാതിക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് 2-3 വെറൈറ്റി കവുങ്ങ് തൈകൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിലൊന്ന് കാസർഗോഡൻ നാടൻ വെറൈറ്റിയാണ്, പിന്നെ മംഗളയുടെ നാടൻ വെറൈറ്റി, അതുപോലെ തന്നെ മോഹിത് നഗർ. ഇങ്ങനെ 3 വെറൈറ്റി കവുങ്ങ് തൈകളാണ് നമ്മൾ ജാതിക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് കർഷകരോട് പറയുന്നത്. ജാതിക്ക് ഇടവിളയായിട്ട് കുള്ളൻ കവുങ്ങുകൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ജാതി പെട്ടെന്ന് വളർന്ന് മരമാവുകയും കുള്ളൻ കവുങ്ങുകൾ അതിൻ്റെ അടിയിൽ എരമ്പത്തായി പോയി കഴിഞ്ഞാൽ അത് കായ്ക്കാതെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടവിളയായിട്ട് കുള്ളൻ കവുങ്ങുകൾ സജസ്റ്റ് ചെയ്യാറില്ല. ഏറ്റവും ബെറ്ററായിട്ട് വെക്കാൻ പറ്റുന്നത് കാസർഗോഡൻ നാടൻ വെറൈറ്റിയാണ്, പിന്നെ മോഹിത് നഗർ, പിന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നത് മംഗള തന്നെ 2 തരം മംഗളയുണ്ട്. ഒന്ന് ഇൻട്രസി മംഗളയും ഉണ്ട്, നാടൻ മംഗളയുണ്ട്. നാടൻ മംഗള എന്ന് പറയുന്നത് കൊണ്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻട്രസി മംഗള ഒരു 3.5 വർഷം തൊട്ട് 4ാമത്തെ വർഷം കായ്ക്കാൻ തുടങ്ങുകയും ഒരു 15ാമത്തെ വർഷം അതിൻ്റെ ആയുസ് തീരുകയും ചെയ്യുകയാണ് ചെയ്യാറ്. എന്നാൽ മംഗള കവുങ്ങുകൾ 4 വർഷം കഴിയുമ്പോൾ തൊട്ട് കായ്ക്കും. എന്നാൽ അത് വർഷങ്ങളോളം, ഒരു 40 വർഷത്തിലധികം അതിൻ്റെ വിളവ് തരികയും ചെയ്യും. ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ് മംഗള കവുങ്ങുകൾ. എന്നാൽ ഇൻട്രസി മംഗള ജാതിക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ ഒരു വിളയല്ല. അതുപോലെ തന്നെ കാസർഗോഡൻ കുള്ളൻ വെറൈറ്റീസും ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ വിത്തടയ്ക്കാണ്. ഇത് മംഗള, ഇൻട്രസി മംഗളയല്ല, സാധാ മംഗളയുടെ വിത്തടയ്ക്കാണ്. നല്ല മുഴുപ്പുള്ള അടയ്ക്ക തന്നെയാണ് മംഗളയുടെ വിത്തടയ്ക്കാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഒക്കെ ഇട്ട് നനച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അവിഞ്ഞ് വരുന്ന ഒരു പരുവത്തിലുള്ള വിത്തടയ്ക്കാണ്. നമ്മൾ കൂടിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കും. അന്നേരത്തേനൊന്ന് ആവി കയറി അതൊന്ന് ഇതാവും. നമ്മൾ വിത്തടയ്ക്ക മുളപ്പിക്കുന്ന രീതിയെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ഇത്രയും നല്ല രീതിയിലുള്ള വിത്തടയ്ക്കകളാണ് നമ്മൾ ശേഖരിക്കുന്നത്. നമ്മൾ കൊട്ടയിലാണ് സാധാരണ നമ്മുടെ നഴ്സറിയിൽ വിത്തടയ്ക്ക പാകാറ്. ആദ്യം ഒരു ലെയർ മണ്ണിങ്ങനെ നിറയ്ക്കും. അതിന് മുകളിൽ അടയ്ക്കയുടെ തൊപ്പി മേളിൽ വരുന്ന രീതിയിൽ നമ്മൾ അട്ടിയിട്ട് അടുക്കും. ഏകദേശം ഒരു 6 ലെയറോളം നമ്മൾ അടുക്കും. 6 ലെയറായിട്ട് നമുക്ക് ഏകദേശം ഒരു 500-ന് മുകളിലായിട്ടുള്ള അടയ്ക്ക നമുക്ക് ഒരു കൊട്ടയിൽ നമുക്ക് നിറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് 2-3 ഗുണങ്ങളുണ്ട്. ഈ പ്ലാസ്റ്റിക് കൊട്ടയ്ക്ക് സൈഡുകളിലെല്ലാം ഹോളുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കത്തില്ല. നല്ല വേരോട്ടം ഉണ്ടാവും, വായു സഞ്ചാരം ഈ കൊട്ടയ്ക്കകത്തുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സൈസ് അടയ്ക്കയൊന്നും നമ്മൾ കിളിപ്പിക്കാനായിട്ട് എടുക്കത്തില്ല. നല്ല വിത്തടയ്ക്ക മാത്രമേ എടുക്കത്തുള്ളൂ. ഒരു കൊലയിലുള്ള എല്ലാ അടയ്ക്കയും നമ്മൾ എടുക്കത്തില്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കേണ്ട അടയ്ക്കകളെല്ലാം നമ്മൾ ഒഴിവാക്കും. നമ്മൾ 2 സ്റ്റേജിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യും. ഒന്ന് പാകുന്ന സമയത്ത് ഫിൽട്ടർ ചെയ്യും. എന്നാൽ പാകി കഴിഞ്ഞിട്ടും നമ്മൾ മുളച്ച് കഴിഞ്ഞിട്ടും നമ്മൾ തൈകൾ എടുക്കുമ്പോൾ കരുത്തില്ലാത്ത തൈകൾ നമ്മൾ എടുത്ത് കവറിലോട്ട് മാറ്റാറില്ല. ഇത് കൊട്ടയിൽ വെച്ച് കൊട്ട കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മളത് നശിപ്പിച്ച് കളയും. ആ തൈകൾ നമുക്ക് അത്ര അനുയോജ്യമല്ല. എന്നാലും ഇതിൻ്റെ അകത്തുനിന്നൊരു 80% തൈകൾ മാത്രമേ നമ്മൾ മുളച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കവറിലാക്കി കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കൊടുക്കത്തുള്ളൂ. കവുങ്ങ് കൃഷി വളരെ ലാഭകരമായ ഒരു കൃഷിയാണ്. പല രീതിയിൽ നമുക്കിപ്പം അടയ്ക്ക ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ എല്ലാം മുറുക്കാൻ കടകളിലും എല്ലാം അടയ്ക്കയ്ക്ക് ധാരാളം ആവശ്യമുണ്ട്. ഇതുപോലെ മുഴുത്ത അടയ്ക്കയാണെങ്കിൽ അതിൻ്റെ അകത്തെ പരിപ്പ് നല്ല പരിപ്പാണെങ്കിൽ മുറുക്കാൻ കടക്കാർ ധാരാളമായിട്ട് എടുക്കും. നല്ല സമയത്ത് ഏറ്റവും കുറഞ്ഞതൊരു 5 രൂപ തൊട്ട് അതിനും താന്നു പോകുന്ന സമയങ്ങളുണ്ട്. അടയ്ക്കാതെ സീസണാകുമ്പോൾ താന്നു പോകും. എന്നാൽ വർഷത്തിൽ നമുക്ക് 5 രൂപ 10 രൂപ വെച്ചൊക്കെ കിട്ടുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. നല്ല അടയ്ക്കയ്ക്ക് 5 രൂപ 10 രൂപ 12 രൂപ വരെ കഴിഞ്ഞ വർഷം വന്ന സമയം ഉണ്ടായിരുന്നു ഒരടയ്ക്കയ്ക്ക്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു മാർക്കറ്റ് അടയ്ക്കയ്ക്ക് ഇന്നുണ്ട്. പിന്നെ കർഷകർക്ക് എന്ത് കൃഷിയുടെ ഇടവിളയായിട്ട് ഒരു തോട്ടത്തിൽ ഒരേക്കർ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് സുഖമായിട്ടൊരു 200-300 കവുങ്ങ് അതിൻ്റെ ഇടയിൽ വെക്കാനായിട്ട് സാധിക്കും. നമുക്കതിന് പന്തി നോക്കണമെന്നോ സ്ഥലം നോക്കണമെന്നോ ഒന്നുമില്ല. അതിൻ്റെ ഇടവിളയായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ജാതിയാണ്. ജാതിക്ക് ഇടവിളയായിട്ടാണ് നമ്മൾ കവുങ്ങൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. കാരണം എല്ലാവരും കവുങ്ങൻ തൈ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. നമുക്കിതിൻ്റെ എല്ലാം മാതൃസസ്യങ്ങളും ഉണ്ട്. നമുക്ക് മോഹിത് നഗർ, ഇൻട്രസി മംഗള,
കാസർഗോഡൻ നാടൻ വെറൈറ്റീസ്, കാസർഗോഡൻ കുള്ളൻ, ഇൻഡസ്ട്രി മംഗളയുടെയൊക്കെ ധാരാളം കവുങ്ങ് തൈകളുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് കാസർഗോഡൻ നാടൻ വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ വലിയ ഒരു 30 വർഷത്തിന് മുകളിൽ പ്രായമുള്ള 700ഓളം മരങ്ങൾ നമുക്ക് നമ്മുടെ തോട്ടത്തിലുണ്ട്. അത് പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ സ്ഥലം വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മുടെ തോട്ടത്തിലുണ്ടായിരുന്ന അടയ്ക്കകളാണ്. ഇങ്ങനെയുള്ള അടയ്ക്കകളൊക്കെ നമ്മൾ ഒഴിവാക്കും. ഇപ്പം നമ്മൾ കാണുന്ന പോലത്തെയുള്ള അടയ്ക്കയൊന്നും ഇതിൻ്റെ കൂടെ ഇടത്തില്ല. അതിൻ്റെ വലിപ്പ വ്യത്യാസം കാണുമ്പോൾ അറിയാം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് തുണ്ടും കുറവായിരിക്കും. പക്ഷേങ്കിൽ ചെറിയ അടയ്ക്കയാണെന്നും പറഞ്ഞ് ചില അടയ്ക്ക മോഹിത് നഗറിൻ്റെയൊക്കെ അടയ്ക്കയ്ക്ക് ഇത്രയും തൊണ്ടുകട്ടി ഉണ്ടാവാറില്ല. എന്നാൽ പോലും അതിൻ്റെ അകത്തെ പരിപ്പിന് കട്ടി കൂടുതലായിരിക്കും. പൊളിച്ചു കൊടുക്കാനായിട്ടൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് മോഹിത് നഗർ. ഇപ്പോൾ ഇത് മംഗളയുടെ കൊട്ട നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ 6 ലെയറുണ്ട്. ഏകദേശം 500-ൽ കൂടുതൽ അടയ്ക്ക നമ്മൾ ഈ കൊട്ടയ്ക്കകത്ത് പാകിയിട്ടുണ്ട്. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇങ്ങനെ പാകുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ മുളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കവറിലോട്ട് മാറ്റിയിട്ടുള്ള കവുങ്ങ് തൈകളാണ്. ഇതിപ്പം നമ്മൾ കാണുന്നത് കാസർഗോഡൻ നാടൻ വെറൈറ്റിയുടെ കവുങ്ങ് തൈകളാണ്. ഇതുപോലെ 4 ഇലയാകുന്ന പരുവത്തിലാണ് നമ്മൾ തൈകൾ കൊടുക്കാറ്. നമുക്ക് 15 രൂപയാണ് നമ്മുടെ നേഴ്സറിയിലെ കാസർഗോഡൻ നാടൻ വെറൈറ്റിയുടെ വില വരുന്നത്. അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ 15 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറച്ച് കവുങ്ങ് തൈകൾ കൊടുക്കുന്ന ഒരു നേഴ്സറി തന്നെയാണ് നമ്മുടേത്. നമ്മൾ വർഷത്തിൽ 10,000 കണക്കിന് കവുങ്ങ് തൈകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് പോലും തികയാറില്ല. കാരണം നമുക്കത് അങ്ങനെ മൂത്ത് ഈ പരുവത്തിലൊക്കെ തന്നെ നമുക്ക് തീർന്നു പോകും. ഇത്രയും പരുവൊക്കെയാണ് നമുക്ക് സാധാരണ കിട്ടുന്നത്. ഇത്രയും വലിപ്പമുള്ള കവുങ്ങ് തൈകൾ നമ്മൾ 15 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് കാസർഗോഡൻ നാടൻ വെറൈറ്റി കവുങ്ങുകളാണ്. അതുകൂടാതെ നമുക്കിപ്പം മോഹിത് നഗറിൻ്റെ വെറൈറ്റി കവുങ്ങ് തൈകളുണ്ട്. അത് നമുക്ക് കാണാം. ഈ കാസർഗോഡൻ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറവുള്ളവർക്കും കൃഷി ചെയ്യാം. അതുപോലെ തന്നെ ഇത് നല്ലതായിട്ട് ഹൈറ്റിൽ പോകും, വർഷങ്ങളോളം നിൽക്കും, കേട് കുറവുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൽ നല്ല ആദായം കിട്ടും. നല്ല കടവണ്ണമുള്ള തൈകളാണ്. നമ്മൾ സെലക്ട് ചെയ്ത് തന്നെ എടുക്കുന്ന തൈകളാണിത്. ഇതിനകത്ത് മുളയ്ക്കുന്ന എല്ലാ തൈകളും നമ്മൾ എടുക്കത്തില്ല. അതിൽ നന്നായിട്ട് മുളച്ച് നന്നായിട്ട് കയറി വരുന്ന തൈകളാണ് നമ്മൾ എടുക്കാറ്. ഈ തൈകളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 വർഷം കഴിയുമ്പം തൊട്ട് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദായമായി തുടങ്ങും. ഇപ്പം നമുക്ക് ഇനിയിപ്പം മോഹിത് നഗറിൻ്റെ തൈകളാണിത്. മോഹിത് നഗറിന് ഇച്ചിരിയും കൂടെ ഡിമാൻഡ് കൂടുതലുണ്ട്. നമ്മളും വളരെ കുറച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഈ തൈകൾക്ക് നമ്മൾ 20 രൂപ നിരക്കിലാണ് കൊടുക്കുന്നത്. മോഹിത് നഗർ വെറൈറ്റിയിലുള്ള കവുങ്ങ് തൈകൾ ഇതിപ്പം 2 പരുവായി. ഇതിപ്പം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കൊരു 500 കൂടുതൽ തൈകൾ ഇപ്പം നമുക്ക് ഇരിപ്പുണ്ട്. മോഹിത് നഗർ വെറൈറ്റിയുടെ മോഹിത് നഗറും ഇതുപോലെ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇതാണ്. ഇതിപ്പം നമ്മുടെ കാസർഗോഡൻ നാടൻ വെറൈറ്റിയുടെ കവുങ്ങ് തൈകളാണ്. നല്ല കടവണ്ണമുള്ള നല്ല തൈകളാണ്. കാസർഗോഡൻ നാടനും മോഹിത് നഗറിനും ഒക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ്. എന്നാൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. രണ്ടും നമുക്ക് കർഷകർക്ക് കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇതാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാം. അത് തൈകൾ തമ്മിലൊരു 3 മാസത്തോളം ഡിഫറൻസ് ഉണ്ട്. മോഹിത് നഗറിന് ഒരു 3 മാസത്തെ വളർച്ച കുറവുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു തോട്ടത്തിൽ നിന്ന് തന്നെ അധിക വരുമാനം ഉണ്ടാക്കുന്നത്. അതിന് ഏറ്റവും അനുയോജ്യമായത് ഒരു വിള തന്നെയാണ് കവുങ്ങ് കൃഷി എന്ന് പറയുന്നത്. എല്ലാ തോട്ടങ്ങളിലും മാക്സിമം ഇടവിളയായിട്ട് കവുങ്ങ് കൃഷി ചെയ്യുകയാണെങ്കിൽ കർഷകർക്കൊരു അധിക വരുമാനം കിട്ടും. നമ്മുടെ ഇവിടെ നമുക്ക് കാസർഗോഡൻ നാടൻ വെറൈറ്റിക്ക് 15 രൂപയാണ്. ബാക്കിയുള്ള മോഹിത് നഗർ, ഇൻഡസ്ട്രി മംഗള, മംഗള, അതുപോലെ കാസർഗോഡൻ കുള്ളൻ വെറൈറ്റി കവുങ്ങ് തൈകൾക്കെല്ലാം 20 രൂപ നിരക്കിലാണ് നമ്മുടെ നേഴ്സറിയിൽ വിൽക്കുന്നത്. നമുക്കിപ്പോൾ അത്യാവശ്യം മോഹിത് നഗറിൻ്റെയും അതുപോലെ തന്നെ കാസർഗോഡൻ നാടൻ വെറൈറ്റിയുടെയും തൈകൾ അവൈലബിൾ ആണ്. മറ്റ് തൈകൾ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കിന് വിൽപ്പനയ്ക്ക് തയ്യാറാകും.